കേരളത്തിൽ ഡോണറ്റ്സിനെ പറ്റി ഇപ്പോൾ അറിയാത്തവരായി ആരും തന്നെ കാണില്ല. കാരണം നിരവധി ബേക്കറികളിലും കേക്ക് സ്റ്റോറുകളിലും ഡോണറ്റ്സ് ഇഷ്ടം പോലെ തന്നെ ഉണ്ട്. എന്നാൽ ഒരു 2 വർഷം പുറകോട്ട് പോവുകയാണെങ്കിൽ ഈ ഡോണറ്റ്സിനെ പറ്റി അങ്ങനെ എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. വളരെ ചുരുക്കം പുറം രാജ്യങ്ങളിലൊക്കെ ജീവിച്ചവർക്കും ഇല്ലെങ്കിൽ പുറത്തെ ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്കും മാത്രമാണ് ഡോണറ്റ്സിനെ പറ്റി ഏകദേശ അറിവുകളൊക്കെ ഉള്ളൂ. ഒരു ദിവസം ഞാനൊരു ബേക്കറി കയറി. അന്ന് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഡോണറ്റ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഇതെന്താ ഐറ്റം, ഇതിന് എത്ര രൂപ വില എന്നൊക്കെ. അപ്പോൾ ആ ചേട്ടൻ എന്നെ ഞെട്ടിക്കാനാണോ ഇല്ലെങ്കിൽ എന്നെ പറ്റിക്കാനാണോ എന്നറിയത്തില്ല, അന്ന് എന്നോട് പറയുവാണ്, ഇത് അമേരിക്കൻ ഉഴുന്നുവടയാ, സൂപ്പർ ടേസ്റ്റാ, 100 രൂപ വിലയെന്ന്. ഞാൻ ആകെ ഒന്ന് അന്താളിച്ചു. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ നിരവധി ആഹാര പ്രേമികൾക്ക് ഡോണറ്റ്സ് ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരെ എത്തി. അത്രത്തോളം ആരാധകരായി ഇന്ത്യയിൽ ഇപ്പോൾ ഡോണറ്റ്സിന്. അത്തരത്തിലുള്ള ആരാധകർക്ക് ഒരു ഭാഗ്യം എന്ന് പറയേണ്ട ഒരു വ്യക്തിയാണ് മുസ്കാൻ ജെയിൻ എന്ന 21-കാരി. കാരണം ആ കുട്ടിയുടെ ഡോണറ്റ് സംരംഭം ഇന്ത്യക്ക് ഒരു പുതിയ ടേസ്റ്റ് ആണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇന്ത്യയിൽ ഏകദേശം 300-ലധികം ഡോണറ്റ്സ് ആണ് ഈ കുട്ടി ഒറ്റയ്ക്ക് ഡെലിവറി ചെയ്യുന്നത്. അതിന് മാത്രം ബ്രാഞ്ചസും അതുപോലെ തന്നെ കഴിവും ഈ കുട്ടി പ്രാപ്തമാക്കിയിട്ടുണ്ട്. തുടക്കത്തിൽ ഒരു പരീക്ഷണം എന്നോണമാണ് ഈ കുട്ടി ഡോണറ്റ്സ് ഉണ്ടാക്കാൻ പരിശ്രമിച്ചത്. വീട്ടുകാർക്കും കൂട്ടുകാർക്കും സ്വന്തം ഡോണറ്റ്സ് ഉണ്ടാക്കി കൊടുക്കുകയും അവർ അത് നല്ല രീതിയിൽ അഭിപ്രായം പറഞ്ഞതോടെ കുട്ടിക്ക് ആത്മവിശ്വാസമേറി. അങ്ങനെയാണ് ഈ കുട്ടി ഒരു സംരംഭം ഉണ്ടാക്കി ഡോണറ്റ്സ് ഒരു ബിസിനസ് ആക്കിയാലോ എന്നൊരു ആശയം ഉടലെടുത്ത് ഇത്തരത്തിലുള്ള ഒരു ഡോണറ്റ്സ് സംരംഭം ഉണ്ടാക്കിയെടുത്തത്. 2024 അതായത് ഈ വർഷമാണ് ഈ കുട്ടി ഡോണറ്റേറിയ എന്ന് പറയുന്ന സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ പോലും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബിസിനസ് സംരംഭം ഉടലെടുത്തിരുന്നു. ഇപ്പോൾ ഈ കടയിലേക്ക് ആളുകളുടെ ഒരു കുതിച്ച് കയറ്റം എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയ്ക്ക് പോപ്പുലർ ആണ് ഈ കുട്ടിയുടെ ഡോണറ്റ്സ്. ഡോണറ്റ്സിന്റെ ഇൻഗ്രീഡിയൻസിന് വേണ്ടി മാത്രമാണ് ഈ കുട്ടി പണം ചെലവാക്കിയത്. സ്വന്തം കിച്ചണിൽ നിന്നും സ്വയം മേക്ക് ചെയ്ത് അത് വിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ കുട്ടിക്ക് അതിനനുസരിച്ചുള്ള ലാഭം ഇതിൽ നിന്നും കൊയ്യാൻ സാധിച്ചു. അത് തന്നെയാണ് ഈ ബിസിനസ് സംരംഭത്തിന്റെ വളർച്ചയുടെ കാരണം. തുടക്കത്തിൽ ഈ ഡോണറ്റ്സിന് ഡിമാൻഡ് വളരെ കുറവായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡോണറ്റ്സ് എന്താണെന്നറിയാത്ത ഒരു കാലഘട്ടത്തിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. എന്നാൽ സൂറത്ത് നഗരത്തിൽ സെൻട്രലിൽ തന്നെ ഒരു കട തുടങ്ങി ആ കടയിൽ ഈ ഡോണറ്റ്സ് വിൽക്കാൻ തുടങ്ങിയ സമയം മുതൽ ഈ കുട്ടിയുടെ ഡോണറ്റ്സിന് അവിടെ വളരെയധികം ആരാധകർ ഏറി എന്ന് പറയേണ്ടി വരും. അത്രയ്ക്ക് വളരെ നല്ല രീതിയിൽ ബിസിനസ് വളർന്നു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു. മാത്രമല്ല കടയിലേക്ക് വരുന്നവർക്ക് ആദ്യം ഒരു ഫ്രീ സാമ്പിൾ ഒക്കെ നൽകി അവർക്ക് ആ ടേസ്റ്റ് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കുട്ടി ഈ ബിസിനസിന്റെ ഐഡിയകളും അല്ലെങ്കിൽ ഈ ബിസിനസിനെ പറ്റിയും നാട്ടുകാരിൽ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വളർത്തിയെടുക്കാനും സാധിച്ചു. ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം ഒരു ദിവസം 300-ലധികം ഡോണറ്റ്സ് വിറ്റുകൊണ്ട് ഈ കുട്ടി പ്രതിദിനം ലക്ഷങ്ങളാണ് ഇപ്പോൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്.